ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു ചാത്തുണ്ണി. ഷോളയാർ പെൻ സ്റ്റോക്കിന് സമീപം കാട്ടാൻ ആക്രമണത്തിൽ ലോറിയുടെ ചില്ല് തകർന്നു. ഡ്രൈവർ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത്. എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് KJ ഷൈൻ ശബ്ദ സന്ദേശം അയച്ചതായും ആരോപണമുണ്ട്. എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുൻപ് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് ശബ്ദ സന്ദേശം അയച്ചതായി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ ആരോപണമുയർന്നു. KJ ഷൈൻ ധിക്കാരപൂർവ്വം പെരുമാറിയെന്നും സ്വന്തമായി പണം പിരിച്ചെന്നും യോഗത്തിൽ കുറ്റപ്പെടുത്തലുണ്ടായി. സ്ഥാനാർത്ഥി നിർണയ സമയത്ത് തന്നെ KJ ഷൈനെതിരെ വിവിധ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് വ്യത്യാസത്തിലാണ് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ CPM പരാജയപ്പെട്ടത്. തുടർന്ന് തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത്. ധിക്കാരപൂർവ്വമായിരുന്നു സ്ഥാനാർത്ഥി എന്ന നിലയിൽ പെരുമാറിയത്. കൃത്യസമയങ്ങളിൽ പ്രചരണത്തിനെത്തിയില്ല. പ്രചരണവേളകളിൽ വിശ്രമത്തിന് ആഡംബര സൗകര്യങ്ങൾ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾ പരാതിയിൽ ഉന്നയിക്കുന്നു. വോട്ടെണ്ണുന്നതിന് 2 ദിവസം മുൻപ് എതിർ സ്ഥാനാർത്ഥിക്ക് വിജയാശംസകൾ നേർന്ന് KJ ഷൈൻ ശബ്ദ സന്ദേശം അയച്ചതായും ആരോപണമുണ്ട്. പരാതി ജില്ലാ കമ്മിറ്റി ഗൗരവത്തോടെയാണ് കാണുന്നത്. മീഡിയ ടൈം, കൊച്ചി. സഭാ തർക്കത്തിൽ സർക്കാരിനെതിരെ ഹൈക്കോടതി. സർക്കാർ യാക്കോബായ വിഭാഗത്തെ പ്രീണിപ്പിക്കുകയാണെന്ന് കോടതി വിമർശിച്ചു. 6 പള്ളികളിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെ ഓർത്തഡോക്സ് പക്ഷം സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിലാണ് വിമർശനം. കോടതി വിധി നടപ്പാക്കാൻ ഒരു നടപടിയും എടുത്തില്ലെന്ന് മാത്രമല്ല, ഒരു ശ്രമം പോലും നടത്തിയിട്ടില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. ഇന്ത്യൻ ഭരണഘടനയാണ് പ്രധാനം. ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് എത്ര നാൾ പറയാനാവും? വിധി നടപ്പാക്കാൻ ശ്രമിക്കാതെ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് എങ്ങനെ പറയാനാവുമെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചു. വിധി നടപ്പാക്കാൻ ശ്രമമുണ്ടായാലല്ലേ ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പറയാനാവും. ഇത് സർക്കാരിന്റെ കഴിവുകേടാണ്. പുളിന്താനം, ഓടക്കാലി, മഴുവന്നൂർ, എരിക്കുംചിറ, മംഗലം ഡാം, ചെറുക്കുന്നം പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാത്തതിനെതിരെയുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സർക്കാരിനെ വിമർശിച്ചത്. ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് എവിടെയെന്ന് കോടതി ആരാഞ്ഞു. യാക്കോബായ വിഭാഗത്തിനെതിരെയും കോടതി തിരിഞ്ഞു. എന്തുകൊണ്ട് വിധി അനുസരിക്കുന്നില്ലെന്ന് കോടതി ചോദിച്ചു. തടസ്സപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് യാക്കോബായ വിഭാഗം അറിയിച്ചു. യാക്കോബായ വിഭാഗത്തിന്റെ നിലപാട് കോടതി രേഖപ്പെടുത്തി 2 ആഴ്ചയ്ക്കുള്ളിൽ വിധി നടപ്പാക്കാൻ ശ്രമിക്കുമെന്ന് സർക്കാരിന് വേണ്ടി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അറിയിച്ചു. അനാവശ്യ ബലപ്രയോഗം പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. കോടതി വിധി നടപ്പാക്കിയാൽ മാത്രം മതി. സ്വീകരിച്ച നടപടി 2 ആഴ്ചയ്ക്കകം അറിയിക്കാനും കോടതി നിർദ്ദേശിച്ചു. മീഡിയ ടൈം, കൊച്ചി. മുൻ ഫുട്ബോൾ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. 79 വയസ്സായിരുന്നു. ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലായിരിക്കെ ഇന്ന് 8 മണിയോടെയായിരുന്നു അന്ത്യം. ഫുട്ബോൾ കളിക്കാരനായും പരിശീലകനായും അരനൂറ്റാണ്ടിലേറെ രംഗത്ത് നിറസാന്നിധ്യമായിരുന്നു. ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അരനൂറ്റാണ്ടോളം കളിക്കളത്തിൽ നിറഞ്ഞു നിന്ന കളിക്കാരനും പരിശീലകനുമായ TK ചാത്തുണ്ണി കളമൊഴിഞ്ഞു. ഒരു ജീവിതകാലം മുഴുവൻ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച അതുല്യ പ്രതിഭ ഓർമ്മയായി. പ്രതിസന്ധികളെ തരണം ചെയ്ത് നല്ലൊരു കളിക്കാരനായി കളിക്കളത്തിൽ 15 വർഷം നിറഞ്ഞു നിന്ന ഇതിഹാസ ജീവിതമായിരുന്നു ചാത്തുണ്ണിയുടേത്. പ്രതിരോധ നിരയിലെ പ്രധാന പോരാളി. എന്നാൽ ക്ഷണനേരം കൊണ്ട് മുൻനിരയിലേക്ക് ഉയർന്ന എതിർപക്ഷത്തിൻ്റെ ഗോൾ വലയം ചലിപ്പിക്കുന്ന മാതൃക സിദ്ധി ചാത്തുണ്ണിയെ വ്യത്യസ്തനാക്കി. ചാത്തുണ്ണിക്ക് ചുറ്റിലും എത്ര വലയം തീർത്താലും അത് മറികടന്ന ലക്ഷ്യം കാണുന്ന എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്നു ചാത്തുണ്ണി. കളിക്കാരൻ്റെ ജേഴ്സി അടിച്ചു വച്ച ചാത്തുണ്ണി പക്ഷേ വിശ്രമ ജീവിതത്തിലേക്ക് തിരിഞ്ഞില്ല. പിന്നീടുള്ള കാലം പരിശീലകൻ്റെ വേഷമണിഞ്ഞു. IM വിജയൻ, ജോപോൾ അഞ്ചേരി തുടങ്ങിയ പ്രതിഭകളെ കണ്ടെത്തിയതും ഇന്ത്യൻ ഫുട്ബോളിന് സമ്മാനിച്ചതും ഈ പരിശീലകൻ്റെ പ്രയത്നമാണ്.
സന്തോഷ് ട്രോഫിയിൽ കേരളത്തിനും ഗോവയ്ക്കും വേണ്ടി പലവട്ടം ജേഴ്സി അണിഞ്ഞിട്ടുണ്ട്. 1979 കേരള ടീമിൻ്റെ പരിശീലകനായി. മോഹൻ ബഗാൻ, FC കൊച്ചിൻ, MRF ഗോവ, ചർച്ചിൽ ഗോവ തുടങ്ങിയ പ്രമുഖ ക്ലബ്ബുകളുടെ പരിശീലകനായി മികച്ച വിജയങ്ങൾ നേടിക്കൊടുത്തു. കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് നേടിയപ്പോൾ ചാത്തുണ്ണിയായിരുന്നു പരിശീലകൻ. പ്രായം തളർത്താത്ത ആത്മവിശ്വാസവുമായി പുതിയ കളിക്കാരെ വാർത്തെടുക്കാനായി നിരവധി ഫുട്ബോൾ ക്യാമ്പുകളിലും ചാത്തുണ്ണി പരിശീലകനായി. ഒരു ജീവിതകാലം മുഴുവൻ ഫുട്ബോളിനെ നെഞ്ചോട് ചേർത്ത് വച്ച ചാത്തുണ്ണി മരണത്തിലും ഫുട്ബോളിനെ ചേർത്ത് പിടിച്ചു. മരിച്ചു കിടക്കുമ്പോൾ മൃതദേഹത്തിൽ പൂക്കൾക്ക് പകരം ഫുട്ബോൾ വെച്ചാൽ മതിയെന്ന ചാത്തുണ്ണിയുടെ ആഗ്രഹമാണ് മൃതദേഹത്തിനരികിൽ ഫുട്ബോൾ വെച്ച വീട്ടുകാരും ആരാധകരും നിറവേറ്റിയത്. മീഡിയ ടൈം, ചാലക്കുടി. കാട്ടാനാക്രമണത്തിൽ ലോറിയുടെ ചില്ല് തകർന്നു. ചൊവ്വാഴ്ച രാത്രി 10 മണിയോടെ ഷോളയാർ പെൻസ്റ്റോക്കിന് സമീപമാണ് സംഭവം. ഡ്രൈവർ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഏതാനും ദിവസങ്ങളായി വനപാതയിൽ കാട്ടാന ശല്യമുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ കാട്ടാനകളെ കൊണ്ട് പൊറുതിമുട്ടി സഞ്ചാരികളും നാട്ടുകാരും. വാഹനങ്ങൾക്ക് നേരെ കാട്ടാനകൾ ഓടിയെടുക്കുന്നത് നിത്യസംഭവമായതോടെ ഇതുവഴിയുള്ള യാത്ര പലരും ഒഴിവാക്കുകയാണ്. പണ്ട് രാത്രികാലങ്ങളിൽ മാത്രമാണ് ആനകൾ റോഡിലേക്ക് ഇറങ്ങാറുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പകൽ സമയങ്ങളും ആനക്കൂട്ടം റോഡരികിൽ തമ്പടിക്കുകയാണ്. വാഹനങ്ങൾക്ക് നേരെ തിരിയുന്ന ആനകളുടെ ആക്രമണത്തിൽ നിന്നും പലപ്പോഴും തലനാരിഴയ്ക്കാണ് സഞ്ചാരികൾ രക്ഷപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച 2 കാറുകളും 1 ബൈക്കും കാട്ടാന ആക്രമിച്ചിരുന്നു. വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിരപ്പള്ളി മുതൽ വാൽപ്പാറ വരെയുള്ള ഭാഗത്താണ് ആക്രമണം കൂടുതലായിരിക്കുന്നത്. വിജനമായ ഈ വഴികളിൽ ഭയപ്പാടോടെയാണ് ഇപ്പോൾ സഞ്ചാരികളുടെ യാത്ര. വനത്തിൽ നിന്നും അപ്രതീക്ഷിതമായി ആനകൾ റോഡിലേക്ക് ഇറങ്ങി വരുന്നതാണ് വാഹനയാത്രികരെ വലയ്ക്കുന്നത്. ചില സഞ്ചാരികൾ വഴിയോരത്ത് നിൽക്കുന്ന ആനകളെ അനാവശ്യമായി ശബ്ദമുണ്ടാക്കി പ്രകോപിക്കുന്ന പതിവുണ്ട്. ഇവരുടെ വാഹനം കടന്നുപോകുമെങ്കിലും പ്രകോപിതരായ ആനകൾ പിന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് നേരെയായിരിക്കും തിരിയുക. ഇതും അപകടത്തിന് കാരണമാകുന്നു. മീഡിയ ടൈം, ചാലക്കുടി. മാളയിൽ യൂണിക് മേക്ക് ഓവർ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. മാള സൊക്കോർസ് സ്കൂളിന് സമീപം ചെല്ലക്കുടം ടവറിലാണ് യൂണിക് മേക്ക് ഓവർ സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. ചെല്ലക്കുടം ടവറിൽ ആരംഭിച്ച സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, ബ്ലോക്ക് മെമ്പർ OC രവി, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാർലർ, മേക്കപ്പ്, ബ്രൈഡൽ മേക്കപ്പ്, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, ഹെയർ സ്പാ, ഹെയർ കളറിംഗ്, ഹെയർ കട്ടിംഗ്, ഹൈദ്രാ ഫേഷ്യൽ എന്നീ സേവനങ്ങൾ ചെയ്തു നൽകുന്നു. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോർമൽ ഫേഷ്യൽ, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, ത്രെഡിംഗ് എന്നിവ 999 രൂപ, ഹെയർ സ്പാ, ഹെയർ ഹൈറ്റ്ലൈനിങ്, ഹെയർ കട്ട് സ്റ്റെപ്പ് 1499, വെജ് പീൽ ഓർ ക്ലീനിങ്, ഡിറ്റാൻ ഓർ ബ്ലീച്ച്, ഫേസ് മസാജ് 550 എന്നിങ്ങനെ നിരക്കിൽ ചെയ്തു നൽകുന്നു. ഇനി നാട്ടിൽ നടന്നത്. ചാലക്കുടി മുരുങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം കൂടാനെത്തിയ 25 നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ. 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. അതേസമയം ധ്യാന കേന്ദ്രത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധന ആരംഭിച്ചു. മേലൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഭക്ഷ്യധാന്യങ്ങളുടെ സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. കൊടകരയിൽ ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് പാഞ്ഞുകയറി. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരനായ ഒരാൾക്കും ബൈക്ക് യാത്രക്കാരനുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച രാവിലെ 6ഓടെ ഗാന്ധിനഗറിലായിരുന്നു അപകടം. ദേശീയപാതയിൽ
ചാലക്കുടി ഭാഗത്തേക്ക് പോരുന്ന കാർ ലോറിയിൽ തട്ടിയ ശേഷം സർവീസ് റോഡിലൂടെ വന്ന ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ടാണ് കടയിലേക്ക് പാഞ്ഞു കയറിയത്. ഈ സമയത്ത് കട തുറക്കാതിരുന്നതും റോഡിൽ ആളില്ലാതിരുന്നതും വലിയ അപകടമൊഴിവായി. അപകടത്തിൽ കടയുടെ മുൻവശം തകർന്നു. നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മാള മേഖലാ കമ്മിറ്റി ഫോട്ടോഗ്രാഫി ക്ലാസ് സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് ഉദ്ഘാടനം ചെയ്തു. ലുമിക്സ് ക്യാമറ മെന്റർ അനിൽ തിരുവിഴ ക്ലാസ് നയിച്ചു. മേഖലാ പ്രസിഡന്റ് കൃഷ്ണദാസ്, സെക്രട്ടറി അലോഷ്യസ്, ട്രഷറർ ഗിരീഷ് കുഴൂർ എന്നിവർ പ്രസംഗിച്ചു. പുത്തൻവേലിക്കര മന്ന മെമ്മോറിയൽ NSS ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ LKG വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം നടത്തി. സ്കൂൾ ചെയർമാൻ അനിൽകുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഗംഗാ മധു അധ്യക്ഷയായി. വൈസ് പ്രിൻസിപ്പൽ സീത, PTA പ്രസിഡന്റ് OD ഷിജു, സ്റ്റാഫ് സെക്രട്ടറി ഷൈജ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായുള്ള അരി സൂക്ഷിക്കുന്നതിനായി ഇരുമ്പ് ഷീറ്റ് കൊണ്ടുള്ള അരിപ്പെട്ടി അഴീക്കോട് ഗവൺമെന്റ് UP സ്കൂളിന് കൈമാറി. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്കും വിദ്യാലയത്തിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയും സംയുക്തമായാണ് ഇത് നിർമ്മിച്ചു നൽകിയത്. അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക റിജുലയ്ക്ക് കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ജാസ്മിൻ അധ്യക്ഷത വഹിച്ചു. SMC ചെയർമാൻ PA മുഹമ്മദ് റാഫി, KK ബീന എന്നിവർ സംസാരിച്ചു. VK രാജൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി പൂർവ്വ വിദ്യാർത്ഥി സംഘടന 1983 SSLC ബാച്ച് കായികോപകരണങ്ങൾ വിതരണം ചെയ്തു. ഫുട്ബോളുകൾ, വോളിബോൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, സ്റ്റമ്പുകൾ, ബോളുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ജാവലിൻ, ഡിസ്കസ്, എയർ പമ്പ് തുടങ്ങിയവ സ്കൂളിന് കൈമാറി. PTA പ്രസിഡന്റ് TA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് S ഗീതാദേവി, TK ലാലു, TP മഹേഷ്, സതീശൻ, PK കൊച്ചുപെണ്ണ, സഫിയ കരീം, PM ജയശ്രീ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം MES ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജയാവേശം എന്ന പേരിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കുള്ള പുരസ്കാര വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. MES സ്കൂൾ ചെയർമാൻ PM മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ തലത്തിൽ മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫിക്ക് സമ്മാനിച്ചു. മുഹമ്മദ് ഷൈൻ അക്കാദമിക് കലണ്ടർ പ്രകാശനം നിർവഹിച്ചു. പുത്തൻവേലിക്കര കരോട്ടുകര സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപത വികാരി ജനറൽ ഫാദർ ജോസ് മാളിയേക്കൽ കാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ സുബീഷ് വട്ടപ്പറമ്പൻ, ജനറൽ കൺവീനർ KT ബിജു, കൈക്കാരന്മാരായ ചാമക്കാട്ട് വാഴപ്പള്ളി ഇട്ടിര വർഗീസ്, കുടിയിരിക്കൽ ഔസഫ് ജോയ്, പ്രസിഡന്റ് മഴുവഞ്ചേരി ലോനപ്പൻ തോമസ് എന്നിവർ നേതൃത്വം നൽകി. ജൂൺ 13 വ്യാഴാഴ്ചയാണ് തിരുനാൾ. രാവിലെ 9:30 പ്രസിഡന്റ് വാഴ്ചയും തുടർന്ന് ദിവ്യബലിയും നടക്കും. ഫാദർ സാന്റോ കണ്ണമ്പുഴ കാർമ്മികത്വം വഹിക്കും. ഫാദർ ലിജോ കരുത്തി സന്ദേശം നൽകും. തുടർന്ന് തിരുനാൾ പ്രദക്ഷിണവും നേർച്ചസ്ഥിതിയും നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. എറണാകുളം മണ്ഡലത്തിലെ തോൽവിക്ക് പിന്നാലെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈനെതിരെ പാർട്ടിയിൽ രൂക്ഷ വിമർശനം. മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ കൂടിയപ്പോഴാണ് സ്ഥാനാർത്ഥിക്കെതിരെ പരാതികൾ ഉയർന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം മുൻ ഇന്ത്യൻ താരവും പരിശീലകനുമായ TK ചാത്തുണ്ണി അന്തരിച്ചു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്ലബ്ബുകളുടെ പരിശീലകനായിരുന്നു ചാത്തുണ്ണി. ഷോളയാർ പെൻ സ്റ്റോക്കിന് സമീപം കാട്ടാൻ ആക്രമണത്തിൽ ലോറിയുടെ ചില്ല് തകർന്നു. ഡ്രൈവർ വാഹനത്തിൽ നിന്നിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.